ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൻ. ഇപ്പോൾ കർക്കിടക മാസമല്ലേ, അപ്പോൾ നമുക്കൊരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയാലോ. സീതാറാം കർക്കിടക കഞ്ഞിക്കൂട്ടുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിന്ന് കഞ്ഞി തയ്യാറാക്കണത്. ഇതിലിപ്പോൾ 7 ദിവസം കഞ്ഞി വയ്ക്കാനുള്ള കൂട്ടുകളാണുള്ളത്. 7 പാക്കറ്റ് ഞവര അരി ഉണ്ട്. ഒരു പാക്കറ്റിൽ 70 ഗ്രാം അരിയാണുള്ളത്. ഈ പാക്കറ്റ് ഔഷധക്കൂട്ടാണ്. ഇത് ഒരു പാക്കറ്റുള്ളൂ. ഞാനിപ്പോൾ 3 പാക്കറ്റ് ഞവരരി എടുത്തിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച ഞവരരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉലുവ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി ചെറുപയർ ഞാൻ വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബൗളിൽ തന്നെ 2 ബൗൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. 4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കർ ഇപ്പോൾ വിസിലൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എയർ ഫുള്ളായി പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഞവരരി, ചെറുപയർ, ഉലുവ ഇതൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മൺകുടുക്കയിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലിനി ഔഷധക്കൂട്ടൊക്കെ ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. ഈ ഔഷധക്കൂട്ട് ഇതിലൊരു ടീസ്പൂൺ ഉണ്ടായിരുന്നു. അതിൽ 3 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ ഔഷധക്കൂട്ടൊക്കെ എല്ലായിടത്തും എത്തണം. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഒരു മുറി നാളികേരം അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നാളികേരം നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ 2 മിനിറ്റോളം നാളികേരം ചൂടാവും വേണം. ഇപ്പം നമ്മുടെ കഞ്ഞി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇത് താളിക്കാനായി ഒരു പാനിൽ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കഞ്ഞിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞവരരി വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ്. കർക്കിടക മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലാവരും ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഈ കഞ്ഞിക്കുണ്ട്. ഇതുപോലെ നിങ്ങൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.